ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. രാജസ്ഥാനിൽ 55 മണിക്കൂർ കുഴൽക്കിണറിൽ കുടുങ്ങിയ 5 വയസ്സുകാരനെ പുറത്തെടുത്തു. കുട്ടി അബോധാവസ്ഥയിൽ, ആശുപത്രിയിലേക്ക് മാറ്റി. ജയ്പൂർ. രാജസ്ഥാനിൽ 55 മണിക്കൂറിലേറെ കുഴൽക്കിണറിൽ കുടുങ്ങിക്കിടന്ന 5 വയസ്സുകാരനെ പുറത്തെടുത്തു. അബോധാവസ്ഥയിലുള്ള കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അധികൃതർ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ദോസ ജില്ലയിലെ കാളിഗഡ് ഗ്രാമത്തിൽ 160 അടി താഴ്ചയുള്ള കുഴൽക്കിണറിലേക്ക് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ആര്യൻ വീണത്. പാടത്ത് കളിക്കുന്നതിനിടെ മൂടിയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നു. ദേശീയ ദുരന്തനിവാരണ സേനയാണ് രക്ഷാദൗത്യം ഏറ്റെടുത്തത്. സമാന്തരമായി മറ്റൊരു കുഴിയെടുത്ത് കുഴൽക്കിണറുമായി ബന്ധിച്ച ശേഷമാണ് കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമം ആരംഭിച്ചത്. 150 അടി വെള്ളമുള്ള കിണറ്റിൽ ക്യാമറ ഇറക്കി നിരീക്ഷണം നടത്താനുള്ള ശ്രമം വിജയിക്കാതിരുന്നത് ദൗത്യത്തിന് വെല്ലുവിളിയായിരുന്നു. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പണിമുടക്കി. സാങ്കേതിക തകരാർ എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമമെന്ന് മെറ്റ. ന്യൂഡൽഹി. മെറ്റ ഉടമസ്ഥതയിലുള്ള ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ബുധനാഴ്ച അർദ്ധരാത്രി പ്രവർത്തനരഹിതമായി. ഡൗണ് ഡിറ്റക്ടർ എന്ന വെബ്സൈറ്റ് നൽകുന്ന വിവരപ്രകാരം ഫേസ്ബുക്കിൽ പ്രശ്നം നേരിടുന്നതായി 27,000 പേരും ഇൻസ്റ്റഗ്രാമിൽ പ്രശ്നം നേരിടുന്നതായി 28,000 പേരും റിപ്പോർട്ട് ചെയ്തു. രാത്രി 12:30യോടെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പ്രശ്നങ്ങൾ നേരിട്ടു തുടങ്ങിയത്. വാട്സാപ്പിലും പ്രശ്നങ്ങൾ നേരിടുന്നതായി അനവധി ആളുകൾ പരാതിപ്പെട്ടു. സാങ്കേതിക തകരാർ എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് വ്യക്തമാക്കിയ മെറ്റ, ഉപഭോക്താക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടിന് ക്ഷമാപണം നടത്തി. ഈ വർഷം മാർച്ചിലും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മണിക്കൂറുകളോളം നിശ്ചലമായിരുന്നു. കേരളം അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 3 ലക്ഷത്തിലേറെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും 20,000-ലേറെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുമാണ് പ്രവർത്തനരഹിതമായത്. ചിലയിടങ്ങളിൽ മെസഞ്ചറും വാട്സാപ്പും കൂടി മുടങ്ങിയിരുന്നു. കണക്കുകൂട്ടൽ പിഴച്ചു. മുകേഷിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റിയെന്ന് CPM. കൊല്ലം. നടനും MLAയുമായ മുകേഷിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റിയെന്ന് സമ്മതിച്ച് CPM ജില്ലാ സെക്രട്ടറി. പൊതുവോട്ടുകൾ കൂടി സമാഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിപ്പോയെന്ന് ജില്ലാ സെക്രട്ടറി S. സുദേവൻ പൊതുചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കമ്മിറ്റിക്ക് ഈ വിലയിരുത്തലുണ്ടെന്നും സുദേവൻ വ്യക്തമാക്കി. മന്ത്രിസഭ പരാജയമാണെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭ ഗുണം ചെയ്തില്ല. കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ CPM ജില്ലാ നേതൃത്വത്തിന് എതിരെയും വിമർശനമുണ്ടായി. പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതിൽ ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. റിപ്പോർട്ടിൽ എത്ര പേജ് എഴുതിവെച്ചാലും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ ജില്ലാ നേതൃത്വത്തിന് കഴിയില്ലെന്ന് പ്രതിനിധികളിൽ ചിലർ പറഞ്ഞു. സംസ്ഥാന നേതാക്കളെ പാർട്ടി ഓഫീസിൽ പൂട്ടിയിടുന്നത് ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ നടക്കുമോ എന്ന് പ്രതിനിധികൾ ചോദിച്ചു. പാർട്ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നും ചോദ്യമുയർന്നു. കൊട്ടാരക്കര ഏരിയയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. പുനലൂർ, കൊല്ലം ഈസ്റ്റ്, കുണ്ടറ ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളും വിഷയം ഉന്നയിച്ചു. വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ നേതൃത്വം തീരുമാനിച്ചിരുന്നു. ലോക്കൽ സമ്മേളനങ്ങളിലെ വിഭാഗീയതയെ തുടർന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും നേതൃത്വത്തെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്തതിന്റെ പേരിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. 10 ദിവസത്തിനുള്ളിൽ വഴികളിലെ ഫ്ലെക്സുകൾ നീക്കണം, കണക്ക് സമർപ്പിക്കണം. സർക്കാരിനോട് ഹൈക്കോടതി. കൊച്ചി. വഴിയരികിലെ അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി. 10 ദിവസത്തിനുള്ളിൽ എല്ലാ അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യണമെന്നും ഇതു സംബന്ധിച്ച വ്യക്തമായ കണക്കുകൾ കേസ് അടുത്തയാഴ്ച പരിഗണിക്കുമ്പോൾ സമർപ്പിക്കണമെന്നും തദ്ദേശവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫിന് ജസ്റ്റിസ് ദേവന് രാമചന്ദ്രൻ നിർദ്ദേശം നൽകി. നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ പിഴ തദ്ദേശവകുപ്പ് സെക്രട്ടറിമാരിൽ നിന്ന് ഈടാക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളുമൊക്കെ നീക്കം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ 5,000 രൂപ പിഴയീടാക്കുമെന്നും സർക്കാരിന്റെ തന്നെ ഉത്തരവുള്ള കാര്യം ജസ്റ്റിസ് ദേവന് രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് വ്യക്തമായി ലംഘിക്കപ്പെടുകയാണ്. എന്നിട്ടും സർക്കാർ എന്തുകണ്ടാണ് നടപടി സ്വീകരിക്കാത്തതെന്ന് കോടതി ചോദിച്ചു. ഇതിനർത്ഥം ഭരണസംവിധാനത്തിന്റെ അപര്യാപ്തതയാണ്. സർക്കാരിലെ ഉന്നതരുടെ അടക്കം ചിത്രങ്ങളും പേരുകളുമാണ് പല ബോർഡുകളിലുമുള്ളത്. തങ്ങളുടെ ചിത്രങ്ങൾ അനധികൃതമായി പതിപ്പിക്കരുതെന്ന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് കോടതി ചോദിച്ചു. സിനിമ, മതസ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ അടക്കമാണ് അനധികൃതമായി ബോർഡുകളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നത്. സിനിമാ ഫ്ലെക്സുകളും മറ്റും നീക്കം ചെയ്യാം. മതസ്ഥാപനങ്ങളുടെ ബോർഡുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി നോക്കിക്കൊള്ളാം. എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനധികൃത ബോർഡുകളും മറ്റും നീക്കം ചെയ്യാൻ സെക്രട്ടറിമാർക്ക് പേടിയാണ്. അവർ ആക്രമിക്കപ്പെടുന്നത് കൂടാതെ സ്ഥലം മാറ്റുമെന്ന ഭീഷണിയുമുണ്ട്. അത്തരം ഭീഷണിക്ക് വഴങ്ങുന്നവർ ജോലി രാജിവെച്ചു പോകണം. പല ഫ്ലെക്സുകളും ബോർഡുകളുമൊക്കെ കെട്ടിടത്തേക്കാൾ വലുതാണ്. ഇവ നീക്കം ചെയ്യാൻ കോടതി പറഞ്ഞിട്ടും പോലീസും ഉദ്യോഗസ്ഥവൃന്ദവും ഉപേക്ഷ കാണിക്കുന്നു. കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാകും. ഇവിടെ നിയമവാഴ്ച നിലനിൽക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. അനധികൃത ബോർഡുകളും മറ്റും നീക്കം ചെയ്യുന്നതിൽ നഗരമേഖലയിൽ മികച്ച പുരോഗതിയുണ്ടെന്ന കേസിലെ അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവൻ വ്യക്തമാക്കി.
എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ഇത് സാധ്യമാകുന്നില്ല. മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ബന്ധപ്പെട്ട വകുപ്പുകളോട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നിട്ടും കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നില്ലെന്നും അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാട്ടി. കോടതിയിൽ ഓൺലൈൻ മുഖേന ഹാജരായ ഡോക്ടർ ഷർമിള മേരി ജോസഫ് ഇതുവരെ വകുപ്പ് നടപ്പാക്കിയ കാര്യങ്ങൾ വ്യക്തമാക്കി. 1.5 ലക്ഷത്തോളം ഇത്തരം കേസുകൾ കണ്ടെത്തി. 98 ലക്ഷം രൂപ പിഴയീടാക്കാൻ ഉത്തരവിട്ടു. 13 ലക്ഷം രൂപ ഇതുവരെ ലഭിച്ചതായും അവർ വ്യക്തമാക്കി. സ്കൂട്ടറിൽ ഇടിച്ചു നിർത്താതെ പോയ വാഹനം തിരയുന്നു. താമരശ്ശേരി അണ്ടോണ റോഡിൽ കുറ്റ്യാക്കിൽ വെച്ച് സ്കൂട്ടറിൽ ഇടിച്ച് യാത്രക്കാരന് പരിക്കേൽപ്പിച്ച് നിർത്താതെ പോയ ആഷ കളറിലുള്ള വാഹനം പോലീസ് തിരയുന്നു. കാറിന്റെ മുൻവശം വലതുഭാഗത്തെ ബമ്പർ തകർന്നിട്ടുണ്ട്. സ്കൂട്ടർ പൂർണ്ണമായും തകർത്താണ് കാർ നിർത്താതെ പോയത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താമരശ്ശേരി ട്രാഫിക് പോലീസിൽ അറിയിക്കുക. മയക്ക് മരുന്നുമായി ഓമശ്ശേരി സ്വദേശികൾ പിടിയിൽ. താമരശ്ശേരിയിൽ ലഹരിമരുന്നായ MDMAയും ഗഞ്ചാവുമായി സഹോദരങ്ങളായ 3 പേരെ കോഴിക്കോട് റൂറൽ SP പി നിതിൻ രാജ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി പരപ്പൻപൊയിൽ കതിരോട് വാടക ഫ്ളാറ്റിൽ താമസിച്ചു മയക്ക് മരുന്ന് വിൽപ്പന നടത്തിവന്ന ഓമശ്ശേരി പെരുവില്ലി ചാത്തച്ചൻകണ്ടി വീട്ടിൽ മുഹമ്മദ് റാഷിദ് 30, സഹോദരൻ പെരുവില്ലി ചാത്തച്ചൻകണ്ടി അബ്ദുൾ ജവാദ് 32, ഇവരുടെ പിതൃ സഹോദരന്റെ മകനായ പുത്തൂർ മാങ്ങാട് പടിഞ്ഞാറുതൊടിക മുഹമ്മദ് സൽമാൻ 25 എന്നിവരെയാണ് ഇന്നലെ പുലർച്ചെയോടെ ഫ്ളാറ്റിൽ നിന്നും താമരശ്ശേരി SI ബിജു RC അറസ്റ്റ് ചെയ്തത്. ഗ്രാം MDMAയും 10 ഗ്രാം ഗഞ്ചാവും ഇവരിൽ നിന്നും കണ്ടെടുത്തു. റാഷിദിന്റെ ജ്യേഷ്ഠനാണ് ജവാദ്. മുഹമ്മദ് സൽമാൻ ഇവരുടെ പിതൃ സഹോദരന്റെ മകനും. റാഷിദ് 2 വർഷം മുൻപുവരെ പള്ളിയിൽ ജോലി ചെയ്തതാണ്. പിന്നീട് മയക്ക് മരുന്ന് വിൽപ്പനയിലേക്ക് കടക്കുകയായിരുന്നു. മുഹമ്മദ് സൽമാൻ നിലവിൽ കൽപ്പറ്റയിൽ മദ്രസ അധ്യാപകനായും പള്ളിയിലും ജോലി ചെയ്യുകയാണ്. മൂവരും മയക്കുമരുന്നിന് അടിമകളാണ്. റാഷിദ് വാടകയ്ക്ക് എടുത്ത ഫ്ളാറ്റിൽ ഒന്നിച്ചു ചേർന്നാണ് വിൽപ്പന. 6 മാസമായി ഇവർ പോലീസിന്റെയും നാട്ടുകാരുടെയും നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ കോഴിക്കോട് നിന്നും മയക്ക് മരുന്ന് വാങ്ങി ഫ്ളാറ്റിലെത്തിയ ഉടനെയാണ് പോലീസ് പിടിയിലാവുന്നത്. ഫ്ളാറ്റിൽ യുവാക്കളും കുട്ടികളും മയക്ക് മരുന്നിനായി എത്തുന്ന വിവരം നാട്ടുകാർ നൽകിയിരുന്നു. മദ്രസയിൽ തങ്ങളുടെ വിദ്യാർത്ഥികളെ നന്മകൾ പഠിപ്പിക്കേണ്ട അധ്യാപകർ മയക്ക് മരുന്ന് ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റുന്നതല്ലെന്ന് ബോധ്യപ്പെട്ട സ്ഥലത്തെ മതവിശ്വാസികൾ തന്നെയാണ് വിവരം പോലീസിൽ അറിയിച്ചത്. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുമായി ഇവർ നടത്തിയ ഇടപാടുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ ലഹരിമരുന്ന് എത്തിക്കുന്നത്. പ്രതികളെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു. സ്പെഷ്യൽ സ്ക്വാഡ് SIമാരായ രാജീവ് ബാബു, ബിജു P, ASI ശ്രീജിത്ത് KV, SCP ഒമാരായ ജയരാജൻ NM, ജിനീഷ് PP, ഷാപ്പി NM, പ്രവീൺ CP, ലിനീഷ് TK, ജിജീഷ് കുമാർ P, രമ്യ K എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സുമനസുകൾക്ക് 1000 നന്ദി. നെല്ലിപ്പൊയിൽ 2 വൃക്കകളും തകരാറിലായി കൂരോട്ടുപാറ സ്വദേശിനി ഡോണ ജോസഫ് കണിപ്പള്ളിനു വേണ്ടി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചികിത്സാ സഹായം സോഷ്യൽ മീഡിയകൾ വഴി അഭ്യർത്ഥിച്ചിരുന്നു. ചികിത്സയ്ക്ക് ആവശ്യമായ തുക എല്ലാവരുടെയും സഹകരണം കൊണ്ട് സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിനാൽ ചികിത്സാ സഹായത്തിനു വേണ്ടി രൂപീകരിച്ച അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി തുക അയക്കേണ്ടതില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് LP സ്കൂളിൽ പ്രതിഭാസംഗമം നടത്തി. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് LP സ്കൂളിൽ ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലും കലാമേളയിലും രൂപതാ തല ക്വിസ് മത്സരത്തിലും മികച്ച വിജയം നേടിയവരെയും കളർ ഇന്ത്യ ജേതാക്കളെയും ആദരിച്ചു. PTA പ്രസിഡന്റ് CB തൂങ്കുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദിക്കൽ ചടങ്ങ് വാർഡ് മെമ്പർ വാസുദേവൻ ഞാറ്റുകാലയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ജിബിൻ പോൾ, സിസ്റ്റർ പ്രിൻസി, സിസ്റ്റർ ലൗലി T ജോൺ, എമിലിറ്റ ജെയിൻ, ഡെൽന ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. അരുൺ ജോസഫ്, ജോബി ജോസ്, ഷിജോ ജോൺ, ലിബി T ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വയനാട് ചുരത്തിലെ കടുവ സാന്നിധ്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് അടിവാരം ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അടിവാരം വയനാട് ചുരത്തിലെ കടുവ സാന്നിധ്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് അടിവാരം ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദിനേന ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡായതുകൊണ്ടും തൊട്ടടുത്ത പ്രദേശം ജനവാസ മേഖലയായതുകൊണ്ടും നിരീക്ഷണ ക്യാമറകളും കടുവയെ പിടികൂടാനുള്ള കൂടും കാലതാമസം കൂടാതെ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും അടിവാരം മേഖല കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സലീം മറ്റത്തിൽ, ജിജോ പുളിക്കൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗഫൂർ ഒയോത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് കോയ, നൌഷാദ് അടിവാരം, ടൗൺ പ്രസിഡന്റ് ഖാദർ കണലാട്, 30 ഏക്കർ വാർഡ് പ്രസിഡന്റ് ജേക്കബ് പൊട്ടികൈ എന്നിവരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ചർച്ച നടത്തി. അടിയന്തര നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.